ഹലോ നമസ്കാരം. ഏവർക്കും 313 വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ താമരയുടെ ട്യൂബർ അല്ലെങ്കിൽ റണ്ണർ എങ്ങനെയാണ് എളുപ്പത്തിൽ നടുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് അനുയോജ്യമായ ഒരു പാത്രം എടുക്കുക. ഇപ്പോൾ നമ്മളിവിടെ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ടബ്ബാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യമായിട്ട് കുറച്ച് ചാണകപ്പൊടി, ഉണക്ക ചാണകപ്പൊടി ഇടുക. പിന്നെ അതിന് ശേഷം അതിനകത്ത് കുറച്ച് മണ്ണോ ചെളിയോ എന്തെങ്കിലും ഇട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ആ ചാണകപ്പൊടിയും മണ്ണും കൂടെ കുറച്ചൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം അതിനാവശ്യമായ മണ്ണ് ഇട്ടൊന്ന് ലെവൽ ചെയ്യുക. അതിനാവശ്യമായ മണ്ണിട്ട് ലെവൽ ചെയ്തിട്ട് അതിനകത്തുള്ള ഈ കല്ലും അങ്ങനെയുള്ള ഐറ്റംസും എല്ലാം നമ്മളിങ്ങനെ തിരിയുമ്പോഴത്തേന് മുകളിൽ വരുന്നതെല്ലാം നമ്മൾ കല്ലൊക്കെ എടുത്തങ്ങ് മാറ്റുക. അതിനുശേഷം നമ്മൾ താമരയുടെ റണ്ണറാണോ ട്യൂബറാണോ എന്നൊന്ന് വെച്ചെടുത്ത് ഇവിടെ ഇപ്പം നമ്മൾ എടുത്തേക്കുന്നത് താമരയുടെ റണ്ണറാണ്. ഇതിപ്പം അഖില എന്നൊരു വെറൈറ്റിയുടെ റണ്ണറാണ് ഇപ്പം നമ്മളിവിടെ എടുത്തേക്കുന്നത്. അതിന് ശേഷം നമ്മൾ എപ്പോഴും ഈ റണ്ണർ അല്ലെങ്കിൽ ട്യൂബർ നമ്മൾ വയ്ക്കുന്നതിൻ്റെ സൈഡിലോട് ചേർന്നായിരിക്കണം. അതായത് ഇതിൻ്റെ അടുത്ത് ഇത് കിളിച്ച് റൗണ്ട് ആയിട്ടാണ് കിളിച്ച് അതിൻ്റെ റണ്ണർ അല്ലെങ്കിൽ ട്യൂബർ ഇറങ്ങി വരുന്നത്. അപ്പം നമ്മളതിൻ്റെ സൈഡിലോട് ചേർത്ത് മണ്ണിട്ട് വെച്ച് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉറപ്പിക്കുക. അതിന് ശേഷം അതിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ കല്ലോ എന്തെങ്കിലുമൊക്കെ വന്ന് കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് മാറ്റുക. നമ്മളിവിടെ വീട്ടിലെ മണ്ണാണ് എടുത്തേക്കുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ ചെളി കിട്ടുന്നവരുണ്ടെങ്കിൽ ചെളി എടുത്താലും മതി. അതെല്ലാം മണ്ണായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളതിന് വെച്ചതിന് ശേഷം പിന്നെന്താണ്, അതിൻ്റെ മുകളിലൊരു ഓടോ അല്ലെങ്കിൽ ടൈൽസിൻ്റെ എന്തെങ്കിലും കഷ്ണം വെച്ചിട്ട് അടുത്തതായിട്ട് വെള്ളം ഒഴിക്കണം. അപ്പോൾ ഇങ്ങനെ വെച്ച് വെള്ളം ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ അല്ലാതെ ഡയറക്റ്റ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് മണ്ണ് കലങ്ങും. അപ്പോൾ അതിനാണ് ഇങ്ങനെ ഡയറക്റ്റ് വെള്ളം ഒഴിക്കാതെ ഓടോ ടൈൽസോ എന്തെങ്കിലും വെച്ചിട്ട് വെള്ളം ഒഴിക്കാൻ പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് ഈ ടൈൽസിൻ്റെ അല്ലെങ്കിൽ ഓടിൻ്റെ മുകളിലോട്ട് വെള്ളം ഒഴിച്ച് അതിൻ്റെ ഒരു ലെവലിൽ എത്തിക്കുക. ഇതെപ്പോഴും നടുമ്പോഴത്തേന് അതിൻ്റെ ആ മേളിൽ വന്നിരിക്കുന്ന ലീഫ്, അതായത് ആ സ്റ്റാൻഡിങ് ലീഫ് എപ്പോഴും മുകളിലോട്ട് വരുന്ന രീതിയിൽ വെച്ചായിരിക്കണം നടേണ്ടത്. അതിന് ശേഷം വെള്ളം അതിൻ്റെ ഒരു ലെവലിൽ വെച്ച് അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിൽ തന്നെ ഇത് വെച്ച് പ്ലാന്റ് ചെയ്യുക. കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് അത്യാവശ്യം നല്ല വെയിൽ കിട്ടണം, എങ്കിലേ നല്ല രീതിയിൽ ഗ്രോത്ത് വരത്തുള്ളൂ. പിന്നെ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മേളിലുള്ള ഇതെല്ലാം എടുത്ത് മാറ്റുക. അതായത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേന് അതിൻ്റെ മേളിൽ ഇതുപോലെ കുറച്ച് വേസ്റ്റുകൾ വന്ന് കിടക്കും. അപ്പോൾ ആ വേസ്റ്റുകളൊക്കെ നമ്മുടെ കൈ കൊണ്ടോ എന്തെങ്കിലും പാത്രം കൊണ്ടോ എടുത്തങ്ങ് മാറ്റുക.